പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ ആലോചിക്കുകയായിരുന്നു, പുറത്തെവിടെയും പോവാതെ വീടിനുള്ളിൽ അടച്ചിരിക്കുന്ന കുറേ ജന്മങ്ങളുണ്ട് അല്ലേ? ഒറ്റപ്പെട്ട് ജീവിക്കുന്നവരായാലും, അല്ലെങ്കിൽ സ്ത്രീകള്, വീട്ടിലെല്ലാവരും പുറത്തു പോകും. മക്കളും അവരുടെ ഫാമിലിയൊക്കെ ആയിട്ട് പുറത്തു പോകും. ഇവർക്ക് എവിടെയും പോകാണ്ടാവില്ല. ഒരു വീട്ടിലെ പണിയെടുത്തിട്ട് ഇങ്ങനെ ജീവിക്കുകയായിരിക്കും. അപ്പൊ അങ്ങനെയുള്ളവരെ പറ്റി നിങ്ങൾ ആലോചിച്ച് നോക്കും, അല്ല വീട്ടിലുള്ള അങ്ങനെയുള്ളവരെ പറ്റി ആലോചിച്ച് നോക്കും. ഒന്നും ചെയ്യാതെ പുറത്തൊന്നും പോവാതെ ഇരിക്കുമ്പോൾ, വീട്ടിൽ തന്നെ തനിച്ചിരിക്കുമ്പം നമ്മുടെ മനസ്സും ശരീരവും ദുർബലമാവുകയാണ് അല്ലേ? ആ കാര്യമാണ് നമ്മൾ പലപ്പോഴും മറന്നു പോകുന്നത്. മനസ്സിന് നമുക്ക് വല്ലാത്തൊരു ഭാരം തോന്നും. ഒറ്റയ്ക്ക് എത്ര നേരമായി ഇരിക്കുക, ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ നമ്മുടെ മനസ്സിന് എന്തെന്നില്ലാത്ത ഭാരം തോന്നും. നമ്മൾ വിചാരിക്കും വീടിനുള്ളിൽ നമ്മൾ സുരക്ഷിതരാണെന്ന്. പക്ഷെ അങ്ങനെയല്ല, പുറത്താണ് നമ്മൾ സുരക്ഷിതരായിരിക്കുന്നത്. നമ്മൾ ഒറ്റയ്ക്ക് നടന്നാലും നമുക്കൊരു ഐഡന്റിറ്റി ഉണ്ടാവും അല്ലേ? നമ്മൾ പുറത്ത് ഒരു സ്റ്റെപ്പ് നടക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ നമ്മൾ 1000 സ്റ്റെപ്പ് നടക്കുകയാണ്. അതാണ് നമ്മൾ ആലോചിക്കുന്നത്. എവിടെ നിന്നില്ലാതെ ഒരു ഊർജം നമുക്ക് ലഭിക്കും അല്ലേ? അപ്പം ഒറ്റയ്ക്ക് നടന്നാൽ തന്നെ എന്തൊരു സുഖമാണ്. രാവിലെ നടന്നിപ്പോ ഒന്നുമില്ല, മോർണിംഗ് വാക്കിനെങ്കിലും നിങ്ങൾ ഒറ്റയ്ക്ക് നടന്നു പോവുക. ആരും ഇല്ല എന്ന് വിചാരിച്ചിട്ട് എന്താണ്, നമുക്ക് നടക്കണം, നമുക്ക് ലോകം കാണണം അല്ലേ? പച്ചമനുഷ്യരെ നമുക്ക് നേരിട്ട് കാണണം. അപ്പോഴാണ് നമ്മുടെ ഉള്ളിൽ ഊർജം നിറയുക. അല്ലെങ്കിൽ നമ്മുടെ ശരീരവും മനസ്സും മൃതമായി പോകും, നിശ്ചലമായി പോകുന്നത്. എൻ്റെ അനുഭവം കൂടി ആട്ടെ ഞാൻ പറയുന്നത്. അപ്പൊ മൊബൈലിൽ നമുക്ക് കാലത്ത് തൊട്ട് വൈകുന്നേരം വരെ ഇരിക്കാൻ പറ്റൂല, രാത്രി വരെയൊക്കെ ഇരിക്കാൻ പറ്റും. പക്ഷെ തലക്ക് ഭ്രാന്ത് പിടിക്കുന്ന പോലെ ഉണ്ടാവില്ല. അങ്ങനെ ഒറ്റയ്ക്ക് മൊബൈലിൽ ഇരുന്ന് നോക്കൂ, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ മൊബൈലും ടി വി മാത്രം കണ്ടിട്ട് മനുഷ്യന്മാരൊന്നും കാണാതെ. പിന്നെ നമ്മൾ വാതിലുകളൊക്കെ അടച്ച് ലോക്ക് ചെയ്തിട്ടാ വീട്ടിൽ പകല് പോലെ ഇരിക്കുന്നല്ലേ? കള്ളന്മാരെ പേടിയാണ്, മനുഷ്യന്മാർ ആര് വന്നാലും പേടിയാണ്. ഒരു വീട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ ബെല്ലടിച്ചിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. ഒരുപാട് നേരം കാത്തു നിന്നാലും പല പല വാതിലുകൾ തുറന്നിട്ട് ഒരു വന്ന് നോക്കിയിട്ടേ നമ്മൾ അകത്ത് കയറ്റുള്ളൂ. കാരണം സ്ത്രീകൾക്ക് വിശേഷിച്ചും പേടിയാണ്. ഒരു സ്വർണ്ണമൊക്കെ കാതിലുണ്ടെങ്കിൽ അതിനോ അതിലും കഴുത്തിലൊക്കെ ഉള്ളത് പിടിച്ച് പറിക്കാൻ ആരെങ്കിലും വരികയാണോ എന്നൊക്കെ ആലോചിച്ചിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷെ നമ്മൾ വീട്ടിലിരിക്കാൻ നമുക്ക് ഒരുപാട് വസ്ത്രങ്ങളൊക്കെ ഉണ്ടാവില്ലേ? ഇതൊക്കെ എന്തിനാ അളമാരിയിൽ വെച്ചിരിക്കുന്ന ആ വേഷമൊക്കെ ഇട്ട് നമ്മൾ എല്ലാ ദിവസവും പുറത്തിറങ്ങും. ഇനി ആരും ഇല്ലാത്തവരാണെങ്കിലും വെറുതെ ഒരു നടക്കാനെങ്കിലും നമ്മൾ പോവുക. അല്ലെങ്കിൽ മോളുകളിലൊക്കെ ഒന്ന് പോയിട്ട് ചുറ്റി നടന്ന് വരും. ഒന്നും വാങ്ങിയിട്ടില്ലെങ്കിലും കുറേ മനുഷ്യന്മാരെ കാണാലോ. അപ്പൊ അങ്ങനെ നമ്മൾ ഒറ്റയ്ക്ക് വളരെ കഷ്ടപ്പെട്ടിട്ട് ജീവിക്കുന്നവരല്ലെങ്കിൽ ഒരു എന്താ പറയുക, നിർജീവമായ മനസ്സോടുകൂടി ജീവിക്കുന്ന സ്ത്രീകളോട്, പുരുഷന്മാരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ നല്ല വസ്ത്രമൊക്കെ പുറത്തു പോയി ശുദ്ധമായി ശ്വസിച്ചു വരും. അത് നമുക്ക് നല്ലൊരു ഊർജം നമുക്ക് തോന്നും. ഒരു ശക്തി സ്രോതസ് നമ്മുടെ ഉള്ളിൽ പ്രവഹിക്കുന്നതായിട്ട് തോന്നും. ശക്തി എന്നാൽ അവനവനോടുള്ള ബഹുമാനമാണ് പ്രിയപ്പെട്ടവരെ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.